ഹലോ എവരി വൺ. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിന്നും നമ്മൾ കപ്പാസിറ്റർ ആനിമേഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കാൽക്കുലേഷൻസ് ഓഫ് ചാർജ്, വോൾട്ടേജ്, കറണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെ ടൈപ്പ് കപ്പാസിറ്ററുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് എങ്ങനെയൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. ശരിയല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറൻറ്റ് കണക്ഷൻസിനെ പറ്റിയിട്ടാണ്. കൂടുതൽ സംസാരിച്ച സമരങ്ങളെന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ടും സീരീസ് ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആദ്യമേ കാണിച്ചിരിക്കുന്നതാണ് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് റിയൽ ലൈഫിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കുക. അതിന്റെ സ്കീമാറ്റിക് സിമ്പിൾ ആണിത്. അതുപോലെ തന്നെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പാരലായിട്ട് ഉള്ള സ്കീമാറ്റിക് സിമ്പിൾ. ഇതാണ് റിയൽ ലൈഫിലുള്ളത്. അപ്പം നമുക്ക് ആദ്യം സീരീസ് വൈസ് പാരലൽ വളരെ ഡീപ്പായിട്ട് തന്നെ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആദ്യമേ നമുക്ക് പാരലൽ കണക്ഷൻ മനസ്സിലാക്കാം, പിന്നീട് നമുക്ക് സീരീസ് കണക്ഷനെ പറ്റി മനസ്സിലാക്കാം. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് കപ്പാസിറ്റർ നെറ്റ്വർക്കുകളെ പറ്റി മനസ്സിലാക്കണം. അതായത് ഒന്നിലധികം കപ്പാസിറ്ററുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ഒരു സർക്യൂട്ടാണ് കപ്പാസിറ്റർ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. അത് പാരലലായോ സീരീസ് ആയോ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ആയോ കണക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കപ്പാസിറ്റർ നെറ്റ്വർക്കുകളെയാണ്, ഇങ്ങനെ കപ്പാസിറ്ററുകൾ ഒന്നിലധികം കപ്പാസിറ്ററുകൾ ഡിഫറെന്റ് രീതിയിൽ കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്യുന്നതിനെയാണ് കപ്പാസിറ്റർ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി സീരീസ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസിന്റെ കേസിലും പഠിച്ചിരുന്നു. ഇനി നമുക്ക് കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വോൾട്ടേജ്, കറണ്ട്, കപ്പാസിറ്റൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും ഒരു കപ്പാസിറ്റർ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ആ കപ്പാസിറ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും കപ്പാസിറ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആകെ കപ്പാസിറ്റൻസ് അഥവാ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റൻസിന്റെ ആകെ തുകയായിരിക്കും. കപ്പാസിറ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, ഇതെല്ലാം കൂടെ അതായത് ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 + C3. C1 ഇതാണ്, C2 ഇതാണ്, C3 ഇതാണ്. C1 0.1 മൈക്രോഫാരഡ്, 0.2 മൈക്രോഫാരഡ് ആണ് C2, 0.3 മൈക്രോഫാരഡ് ആണ് C3. സോ ഇതിന്റെ എല്ലാം കൂടെ ആകെ തുക, അതായത് ഈ 0.1, 0.2, 0.3 ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതാണ് 0.6 മൈക്രോഫാരഡ്. സോ ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 0.6 മൈക്രോഫാരഡ് ആണ്. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററുകളിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈ ടോട്ടൽ കറണ്ടിന് തുല്യമാണ്. അതായത് I1 + I2 + I3 ആയിരിക്കും ഈ ടോട്ടൽ കറണ്ട്, ഈ കപ്പാസിറ്ററുകൾ കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം 1 ആംപിയർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ സർക്യൂട്ടിൽ നിന്ന് ഡ്രോ ചെയ്യും. അതേ സെയിം വാല്യൂലുള്ള കപ്പാസിറ്റർ അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റൻസ് കൂടിയ മറ്റൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് കൂടും. അതായത് ഇനിഷ്യൽ ചാർജിങ് കറണ്ട് കൂടും. കാരണം രണ്ട് കപ്പാസിറ്ററുകൾ ചാർജ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ആ ഒരു കറണ്ട് കൂടുന്നത്. നമുക്ക് ഇതിനെ ഒരു പ്രീവിയസ് എക്സാമ്പിളിൽ നിന്നും മനസ്സിലാക്കാം. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു റെസിസ്റ്റൻസിനെ പറ്റിയിട്ട്. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണ് കപ്പാസിറ്ററുകളുടെ കാൽക്കുലേഷൻ. അതായത് നമ്മൾ റെസിസ്റ്റൻസ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്ററുകളുടെ കേസിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഓർമ്മയുണ്ടാകും ഈ ഒരു സർക്യൂട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസുകളെല്ലാം കൂടെ കൂട്ടണം. ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുന്നതിന് കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റൻസുകൾ എല്ലാം കൂടെ കൂട്ടണം. ഈ റെസിസ്റ്ററിന്റെ നേരെ വിപരീത രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചു തന്നത്. ഇനി നമുക്ക് കപ്പാസിറ്ററുകൾ സീരീസിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ഇതാണ് കപ്പാസിറ്ററുകളുടെ സീരീസ് കണക്ഷൻ. കപ്പാസിറ്ററുകൾ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തു പോകും. അതായത് ഇതിന് അക്രോസ് ആയിട്ട് ഒരു
12 വോൾട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി പോകും, കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി പോകും, കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി പോകും. അപ്പൊ ഇങ്ങനെ ഡ്രോപ്പ് ആയി പോകുന്ന വോൾട്ടേജുകളുടെ ഒരു ആകെത്തുകയായിരിക്കാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ക്രിസ്റ്റോഫ് കറണ്ട് ലോയും ക്രിസ്റ്റോഫ് വോൾട്ടേജ് ലോയും പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് ഈ കപ്പാസിറ്ററുകളുടെ ഇടയിലൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ വോൾട്ടേജ് കിട്ടും. അതുപോലെ തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററുകളുടെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. പാരലായിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒന്ന് ഉപയോഗിച്ചത്. അതായത് 1/R is equal to 1/R1 plus 1/R2 plus അങ്ങനെ. ഇവിടെ പക്ഷെ അത് സീരീസ് ആണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾ കമ്പയർ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതാണ് ഇത്. ഈ ഒരു ഇക്വേഷൻ ആണ്. ഇത് മൂന്ന് കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. രണ്ട് കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ C1 1/C1 1/C2 ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യും. അതായത് C1 മുകളിൽ പോകും, C2 മുകളിൽ പോകും. സോ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. സോ ഇങ്ങനെയാണ് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്ററുകളുടെ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മറുപടി നൽകുന്നതാണ്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ പോകണം. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ വലിയ സർക്യൂട്ടുകൾ, എംബഡഡ് ലിനക്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിന്റെയൊക്കെ നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്കതൊക്കെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്വന്തമായിട്ട് സർക്യൂട്ടുകളും എല്ലാം ഡിസൈൻ ചെയ്യുന്നതിനും കരിയറിൽ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.